PMCയിൽ എതിർപ്പ് തുടരാൻ തന്നെയാണ് CPIയുടെ തീരുമാനം. ബിനോയ് വിശ്വത്തിന്റെ വീട്ടിൽ പാർട്ടി മന്ത്രിമാരുമായി CPI സംസ്ഥാന സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തി. മന്ത്രിമാർക്ക് ബിനോയ് വിശ്വത്തിന്റെ നിർദ്ദേശം ക്യാബിനറ്റിൽ ചർച്ച വന്നാൽ ശക്തമായി എതിർക്കും. CPI ദേശീയ നേതൃത്വവും നിലപാട് കടുപ്പിക്കുകയാണ്. CPM ശ്രീക്കെതിരെ ശക്തമായ പോരാട്ടം ആണ് വേണ്ടതെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ജനാധിപത്യത്തെ തകർക്കുന്ന ഏതു നീക്കത്തെയും നഖശിഖാന്തം എതിർക്കേണ്ടതാണെന്നും ആനി രാജ പറഞ്ഞു. ആനി രാജ പറഞ്ഞത് ഒന്ന് കേൾക്കാം. നേരത്തെ തന്നെ ഞങ്ങൾ നിലപാടെടുത്തിട്ടുള്ളതാണ് പുത്തൻ വിദ്യാഭ്യാസ നയം ഫാസിസ്റ്റ് ഐഡിയോളജി അടിച്ചേൽപ്പിക്കുന്നതിനുള്ളതാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും അതിന് ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട അവർക്ക് അർഹതപ്പെട്ട നീതിപൂർവമായ നിയമപരമായ ഷെയർ ഓരോ സംസ്ഥാനത്തിൻ്റെയും അത് പിടിച്ചു വെക്കുക എന്നുള്ളത്, അതിന് കണ്ടീഷൻ ഏർപ്പെടുത്തുക എന്നുള്ളത്, അതിന് നിബന്ധനകൾ വെക്കുക എന്നുള്ളത് അത് തന്നെ ഈ രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങളുടെ വലിയ ലംഘനമാണ്. അത്തരമൊരു ലംഘനം നടത്തുന്ന ഈ RSSനാൽ നയിക്കപ്പെടുന്ന BJP ഗവൺമെൻറ്റിൻ്റെ ഈ പുത്തൻ വിദ്യാഭ്യാസ നയത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. കേരളത്തിലെ വിഷയത്തിൽ ഞാൻ പറയുന്നത് അവിടെ ഒരു മുന്നണിയുണ്ട്. ആ മുന്നണി അതിൽ വിഷയങ്ങൾ ചർച്ച ചെയ്ത് എന്താണ് ഉചിതമായതെന്നുള്ള കാര്യത്തിൽ അവർ തീരുമാനമെടുക്കും. PMC വിവാദങ്ങൾക്കിടെ CPI നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണ് എന്നതിലാണ് ആകാംക്ഷ. PMC പദ്ധതി നീക്കം ഫെഡറൽ സംവിധാനത്തെ തകർക്കുമെന്നും ജനാധിപത്യ ആശയങ്ങളെ ചോർത്തിക്കളയുമെന്നുള്ളതാണ് CPIയുടെ നിലപാട്. CPM CPIയെ അനുനയിപ്പിച്ച് ഈ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് നീക്കം. പക്ഷേ അനുനയ നീക്കത്തിനില്ല എന്ന് വ്യക്തമാക്കുകയാണ് CPI. ആറോഷിപ്പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആറോഷിപ്പാൽ, CPM ഇപ്പോൾ CPIയുമായിട്ട് ഉഭയകക്ഷി ചർച്ച നടത്തി. CPI കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. PMC പദ്ധതിയിലേക്ക് അനുനയിപ്പിച്ചു കൊണ്ടുവരാനാണ് നീക്കം. ആ നീക്കം പക്ഷേ വിലപ്പോവില്ലെന്ന് വേണമോ കരുതാൻ? CPI നിലപാട് കടുപ്പിക്കുകയാണോ റോഷിപ്പാൽ? അരുൺകുമാർ, PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്ന് തന്നെയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം PMC പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് സംഘപരിവാറിന്റെ അജണ്ട, അത് വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കമാണ് എന്ന അഭിപ്രായം തന്നെയാണ് CPI നേതൃത്വത്തിനുള്ളത്. ആ നിലപാടിൽ ഒരു മാറ്റവും അവർ വരുത്തിയിട്ടില്ല. ഇപ്പോൾ PMC പദ്ധതി സംസ്ഥാനം നടപ്പിലാക്കേണ്ട സാഹചര്യമില്ല എന്ന നിലപാടിലേക്ക് CPI എത്തുമ്പോൾ സർക്കാർ ആകെ പ്രതിസന്ധിയിലാകും. കാരണം PMC പദ്ധതി നടപ്പിലാക്കാൻ സർക്കാർ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തുന്നത് തന്നെ കേന്ദ്ര സർക്കാർ SSKയുമായി ബന്ധപ്പെട്ട ഫണ്ട് കഴിഞ്ഞ 2 വർഷമായി അത് തടഞ്ഞു വെച്ചിരിക്കുന്ന ഒറ്റ കാരണത്താലാണ്. ആ ഫണ്ട് ലഭിക്കണമെങ്കിൽ PMC പദ്ധതി നടപ്പിലാക്കണമെന്ന് കേന്ദ്ര സർക്കാർ കടുത്ത നിലപാട് സ്വീകരിച്ചതാണ്. അങ്ങനെ കേന്ദ്ര സർക്കാരിന് അവസാന ഘട്ടത്തിൽ സംസ്ഥാനം വഴങ്ങുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിലടക്കം ഈ വിഷയം കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ മന്ത്രിമാർക്ക് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നൽകിയ നിർദ്ദേശം മന്ത്രിസഭാ യോഗത്തിൽ PMC പദ്ധതി വന്നാൽ കടുത്ത എതിർപ്പുയർത്തണം, അത് അനുവദിക്കാൻ പറ്റില്ല എന്ന നിലപാട് സ്വീകരിക്കണമെന്നാണ്. ഏതായാലും ഇനി മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് പ്രശ്നം രമ്യമായി പരിഹരിക്കാതെ വഴിയില്ല. അല്ലെങ്കിൽ ഒരുപക്ഷെ സംസ്ഥാനത്ത് ലഭിക്കേണ്ട 1500 കോടി രൂപയോളം നഷ്ടമാകും. അത് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കും. അതാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന വിശദീകരണം. മാത്രവുമല്ല, ഇത് സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണമാണ്, അവകാശപ്പെട്ട പദ്ധതിയാണ്. ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ വർഗീയമാകുന്ന തരത്തിലുള്ള പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തടയുക എന്നതിനപ്പുറത്തേക്ക് ഈ പണം നഷ്ടപ്പെടുന്ന രീതി അത് അംഗീകരിക്കാൻ കഴിയില്ല. അത്തരം നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട്. അതാണ് PMC പദ്ധതിക്ക് ഒപ്പുവെക്കാൻ, ആ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാൻ തീരുമാനമെടുത്തത്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്രൻ പ്രധാനുമായി നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി സംസാരിച്ചതാണ്. പക്ഷേ റോഷി, നമുക്കറിയാൻ കഴിയുന്നത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ CPMന്റെ തീരുമാനം? CPI എതിർത്താൽ പോലും അരുൺകുമാർ, CPM എടുത്ത രാഷ്ട്രീയ തീരുമാനം അത് തന്നെയാണ്. കാരണം PMC പദ്ധതി നടപ്പിലാക്കുമ്പോൾ സംസ്ഥാനത്തിന് വലിയ നേട്ടമുണ്ടാകും. ആ പദ്ധതിയിൽ ഒരു എതിർപ്പ് ഉയർത്തുന്നതിന് പ്രധാനപ്പെട്ട കാരണം കാവ്യവൽക്കരണമാണ്. അതേസമയം അതിന് കൃത്യമായ നിലപാട് സർക്കാർ ആവർത്തിക്കുന്നുണ്ട്. ഒരു തരത്തിലും ആ പാഠ്യപദ്ധതി അങ്ങനെ കാവ്യവൽക്കരിക്കുന്ന തെറ്റായ ചരിത്രം സംസ്ഥാനത്ത് പഠിപ്പിക്കാൻ തയ്യാറാകില്ല കേരള വിദ്യാഭ്യാസ വകുപ്പ് എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു നിലപാടെടുത്ത് ഇത് കേന്ദ്ര സർക്കാരിന്റെ ഔദാര്യമല്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. കാരണം PMC പദ്ധതി അത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട പണമാണ്. SSKയുടെ ഫണ്ട് അത് ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല. പക്ഷേ SSK ഫണ്ട് തരണമെങ്കിൽ PMC നടപ്പിലാക്കണമെന്ന് കടുംപിടുത്തം